കുന്നിടിച്ച് ദേശീയപാത നിർമ്മാണം നടക്കുന്ന കണ്ണൂർ കുപ്പത്ത് വീണ്ടും മണ്ണിടിഞ്ഞു. നേരത്തെ മണ്ണിടിഞ്ഞ ഭാഗത്തിന്റെ മുകൾ ഭാഗത്താണ് ഇപ്പോൾ മണ്ണിടിച്ചിലുണ്ടായത്. ദേശീയപാതയിൽ കോഴിക്കോട് വടകരയിൽ വിള്ളൽ രൂപപ്പെട്ടു. മണ്ണിടിച്ചിലുണ്ടായ കുപ്പത്ത് 6ാം ദിവസവും ആശങ്ക തുടരുകയാണ്. കുന്നിടിച്ചതിന്റെ മുകൾ ഭാഗത്ത് നിന്ന് വീണ്ടും മണ്ണിടിഞ്ഞു. സർവീസ് റോഡിലുണ്ടായിരുന്ന വൈദ്യുത പോസ്റ്റ് മണ്ണിനൊപ്പം താഴേക്ക് താഴ്ന്നു. മണ്ണിടിച്ചിൽ തടയാൻ ദേശീയപാത അതോറിറ്റി നടത്തിയ ശ്രമങ്ങളൊന്നും ഇതുവരെ ഫലം കണ്ടില്ല. ഗതാഗതവും പുനഃസ്ഥാപിക്കാനായില്ല. ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി. വീടുകളിലേക്ക് വെള്ളം ഒലിച്ചിറങ്ങുന്നത് തടയാൻ ഉടൻ ഡ്രൈനേജ് സംവിധാനം ഒരുക്കുമെന്ന് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ നോക്കുന്നുണ്ട്. ഒരു ഡ്രെയിനേജ് പണിയെന്നാണ് പറയുന്നത്. പക്ഷേ ഡ്രെയിനേജ് പണിയാനുള്ള സമയം എടുക്കും. നേരത്തെ നാട്ടുകാരുമായി നടത്തിയ ചർച്ചയിൽ പ്രശ്നപരിഹാരത്തിന് നൽകിയ അവസാന തീയതി ഇന്നാണ്. കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ദേശീയപാതയിൽ വടകര മൂരാട് പാലത്തിന് സമീപം നിർമ്മാണം പൂർത്തിയായ ഭാഗത്താണ് 10 മീറ്റർ നീളത്തിൽ വിള്ളൽ കണ്ടെത്തിയത്. മഴ ശക്തമായാൽ വിള്ളൽ കൂടാനാണ് സാധ്യത. മൂത്തകുന്നം കുരിയാപ്പള്ളി റോഡിന് സമീപം ദേശീയപാതയുടെ ഭാഗമായി നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയിൽ വിള്ളൽ കണ്ടെത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കണ്ണൂർ.